12 ശേഷം ഈ ഒരു റൂട്ടിലൂടെ പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ ഈ കള്ളന്മാരുടെ ശല്യം കൂടുതൽ ഇവിടെ. അതായത് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഏറ്റാനായിട്ട് ഒക്കെ സ്ത്രീകളാണ്. ഇതിപ്പോൾ സെക്കൻഡോടാണ് മൂപ്പര് ഇഷ്ടിക ഉണ്ടാക്കി. അതായത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീഡിയോ എടുക്കാൻ അയച്ചില്ല. പിന്നെ ഞാൻ ആ ഉള്ളിൽ പോയി അവരോട് ചോദിച്ച സമയത്താണ് അവർ വീഡിയോ എടുക്കാൻ അയച്ചിട്ടോ. എന്നിട്ടോ അവരിങ്ങനെ കൊടുന്ന് ഇവിടെ ഇറക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മാൻ പവർ എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ ഫുള്ള് നടക്കുന്നത് കേട്ടോ. അസ്സലാമലൈക്കും, എന്തെല്ലാം വിശേഷം? അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഇഷ്ടിക ഫാക്ടറിയുടെ ഫ്രണ്ടേജിലാട്ടോ. ബാക്ക് സൈഡിൽ ഇങ്ങനെ കാണാം ഒരു ഇഷ്ടിക ഫാക്ടറിയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടേജിൽ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എവിടെ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കണം, നമ്മൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പല സ്ഥലത്തും നമ്മൾ ചോദിക്കാതെ കയറുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ചോദിച്ചിട്ട് അവർ സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് സീനില്ല. കാരണം എന്താ വെച്ചാൽ ഫോട്ടോ എന്നുള്ളതിൽ ഒഴിവാക്കാം. പക്ഷേ നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ വീഡിയോ എടുക്കുന്നതിൻ്റെ അടിയിൽ വന്നിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമുക്ക് കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രത്തോളം ഇതിൽ അതിനെപ്പറ്റി കുറച്ചൊക്കെ പഠിച്ചിട്ടാണ് നമ്മളതിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ അവരോട് ചോദിക്കുക, ആദ്യം തന്നെ ചോദിക്കുക, അവരോട് ഇങ്ങനെ വീഡിയോ എടുക്കണേ ചോദിക്കുക. അപ്പോൾ അത് സമ്മതിക്കുന്ന സമയത്ത് ചോദിക്കുക. പിന്നെ ഇവരോട് ഇതിന് ചെറിയൊരു ഡീറ്റെയിൽസ്, അതായത് വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഇവർക്ക് അറിവില്ലായിരിക്കുമല്ലോ. അപ്പോൾ അത് ചോദിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ വീഡിയോ എടുക്കുക. നമ്മളിപ്പോൾ ഏതായാലും അവരോട് ചോദിച്ചു, അതിനെപ്പറ്റി ചെറിയൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൽ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും ഇത് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ല നല്ല കുട്ടിലും വീഡിയോസ് ഇതിൻ്റെ ബാക്കിൽ വരാണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. പിന്നെ ഇഷ്ടിക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇല്ലല്ലോ, ഇഷ്ടിക ഉണ്ടാക്കുന്നത് കാണിച്ചു തരണം. സെക്കൻഡ് കൊണ്ടാണ് ആൾ ഇഷ്ടിക ഉണ്ടാക്കുന്നത് കേട്ടോ. ആക്ച്വലി ഒന്ന് നമ്മൾ ഒരുപാട് ആൾക്കാരെ അന്വേഷിച്ചിട്ടാണ് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞിട്ടോ. സെക്കൻഡ് കൊണ്ടാണ് മൂപ്പര് ഇഷ്ടിക ഉണ്ടാക്കി, അതായത് അച്ചിൽ വാർത്തിട്ട് ഇതാക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് ചളി ഇങ്ങനെ കുഴച്ച് വിട്ടാണ്. അതുകൊണ്ട് മണ്ണൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പുതിയ ഉണ്ടാക്കിയതാണ്. അവരുണ്ടാക്കി ഇങ്ങനെ കൊടുന്ന് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടാണ് പിന്നെ ഓരോ പുതുതായിട്ട് ഉണ്ടാക്കുക, അതിങ്ങനെ കൊടുന്നിടുക. അതായത് എല്ലാ ഏരിയകളിലും ഇതിൽ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് വെച്ചാൽ അവിടെ തന്നെ, അതായത് ഓരോ സെക്കൻഡിൽ ആണെങ്കിലും ഓരോന്ന് എന്നൊക്കെ പറയാം. പെട്ടെന്ന് ഒരു റൂളാക്കി വെച്ച് കൊടുക്കുക. അത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ അച്ചിലേക്ക് കറക്റ്റ് എറിയാണ് അവർ. അപ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് ഫിറ്റായിട്ട് അങ്ങനെ ലൂസ് മണ്ണിൽ കറക്റ്റ് കുഴച്ച് കണ്ട്, അതായത് യഥാസമയം അതിൻ്റെ ആ മേലെ നിൽക്കുന്ന ആളുണ്ടില്ലേ, യഥാസമയം ആൾ മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടിയുള്ള ആൾ വെള്ളം കൂട്ടി ഇങ്ങനെ കുഴച്ച് കണ്ട് മേലിട്ടിട്ട് കൊടുക്കും. മറ്റേ ആൾ ചവിട്ടി കാലുകൊണ്ട് തന്നെ അതിന് മാൻ പവർ എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇപ്പോൾ ഫുള്ള് നടക്കുന്നത് കേട്ടോ. അതായത് ഫുള്ള് ചവിട്ടി കുഴക്കണം. എന്താ കണ്ടില്ല ഞങ്ങൾ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ പുതിയത് കൊടുന്ന് വെച്ചാൽ അതായത് ഇനി ഉണക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നതാണ് ഒരു ലെവലിൽ വരുന്നത് കേട്ടോ. ഈ ഏരിയയിൽ നിന്ന് ഇവിടുന്ന് ഉണ്ടാക്കുക. ഇതൊന്നും ഉണങ്ങിയിട്ടില്ല, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതൊക്കെ ഇനി ഇവിടുന്ന് അടിയിൽ നിന്ന് ഇവിടുന്ന് പോയിട്ടോ, വെച്ചോ പൊട്ടിക്കണ്ട കേട്ടോ. അതായത് അവിടുന്ന് ഉണ്ടാക്കി ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഒരു അട്ടിക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിലെ മെയിനായിട്ടുള്ള ഘടകം. മെയിനായിട്ടുള്ള ഘടകം അവിടെയാണ്. സച്ചു MMB ആട്ടോ, ഇവിടെ കമ്പനിയുടെ പേര് വന്നിട്ടുണ്ട് കേട്ടോ, MMB. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ മറ്റൊരു പ്രോസസ്സിങ് നടക്കുന്നത്. അതായത് നമ്മൾ അതിനൊരു പേരൊക്കെ ഉണ്ട്, പുകക്ക് ഇടണം. അത് ഈ പുകത്ത് പുകയിച്ച് കണ്ടത് സെറ്റാക്കുന്ന കേട്ടോ. ഇവിടുത്തെ ഇങ്ങനെ ഫുള്ള് സ്ത്രീകളാണ്. അവർ കേട്ടോ, അവരിങ്ങനെ കൊടുന്ന് ഇവിടെ ഇറക്കാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രോസസ്സ്, അതായത് ആ പരിപാടി കഴിഞ്ഞതാട്ടോ. ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഹോളുണ്ടാക്കും, എന്നിട്ട് ഫുള്ള് കത്തിക്കും. എന്നിട്ട് അതിൻ്റെ ചൂടിനാണ് ഇതൊക്കെ ലെവലായി വരുന്നത് കേട്ടോ.
ഇതട്ടോ ഒരു സംഖ്യ ഏക്കർ കണക്കിന് സ്ഥലത്താണ് തോന്നുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഇവിടെ ഇങ്ങനെ നല്ല ഇവിടുന്ന് ഇങ്ങനെ. പിന്നെ അവരുടെ താമസം നോക്കുന്ന അവിടെ തന്നെ ഇടാം റൂം. ഇതാ ഈ കാണുന്ന അവരുടെ താമസം. ഇത് അവിടുന്ന് ഇങ്ങനെ എടുത്തു വന്നിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇതിനൊരു പേരൊക്കെ ഉണ്ടായിരുന്നു, എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. കേട്ടോ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുള്ള തോന്നുന്നുണ്ട്. ഇത് ഡെയിലി പുകട്ടിട്ട് നല്ല ചൂടായിട്ട് കറക്റ്റ് സെറ്റ് ആവട്ടോ. എത്ര ദിവസമാണെന്നുള്ള ചോദിക്കുന്നത് ഇവിടെ ആരില്ല, ഇവിടെ ഒക്കെ പണിക്കാരാണ്. ഇവിടെ ഒരാൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ കണ്ട സമയത്ത് അവരോട് ചോദിച്ചപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ളതൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ ഇതാ ഇവിടെ കേട്ടോ ഇതാണ് അതിന് കത്തിച്ചാണ്ട് പുകടാനുള്ള കരി കേട്ടോ. ഇതിവിടെ അവിടെ ഇങ്ങനെ പൊടിക്കുന്നുണ്ട്. ഇതാ അതിൻ്റെ പൊടിയാണ് ഇവിടെ. അതായത് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഏറ്റാനായിട്ട് ഒക്കെ സ്ത്രീകളാണ്. ഇതിപ്പോൾ പൊടിക്കാനായിട്ട് ഇതാ ഒരാളുണ്ട്, വേറെ ആളുണ്ടായി നമ്മൾ വരുന്നതാ മതിട്ടോ. ആരുടെ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ അവർ വീഡിയോ എടുക്കുന്നതിൽ വീഡിയോ എടുക്കാൻ അവർ വേറെ ആൾ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ഉള്ളിൽ പോയി ചോദിച്ചപ്പോൾ അവർ വീഡിയോ എടുക്കാനുള്ള ഇതൊക്കെ വന്നു. നമ്മളെന്ത് ചോദിച്ചിട്ട് എടുക്കണം കേട്ടോ. ഒരിക്കലും അതിക്രമിച്ച് കയറിക്കാണ്ട് എവിടെയും പോയി വീഡിയോ എടുക്കരുത്. അത് നമുക്ക് ഒരു നല്ല ചെയ്യൂല. ഏറ്റവും നല്ല എന്താ വെച്ചാൽ നമ്മൾ ആദ്യം അവരെ കണ്ട് ചോദിക്കുക, എന്നിട്ട് ഇതിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാണ്ട് വീഡിയോ ഇടാം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ കുറച്ച് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ചെറിയ രൂപമെങ്കിലും പറഞ്ഞു തരാനുള്ള നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ അവരോട് ചോദിച്ചതാണ് അപ്പോൾ പുകടുന്ന കാര്യം. പക്ഷേ എന്താ വെച്ചാൽ അവർ പറഞ്ഞിരുന്നതിന് വീഡിയോ എടുക്കാൻ അയച്ചില്ല. ആദ്യം ഇവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീഡിയോ എടുക്കാൻ അയച്ചില്ല. പിന്നെ ഞാൻ ആ ഉള്ളിൽ പോയി അവരോട് ചോദിച്ച സമയത്താണ് അവർ വീഡിയോ എടുക്കാൻ അയച്ചിട്ടോ. എന്താണ് ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഫാക്ടറി? അടിപൊളി അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബറാണ്, എൻ്റെ ആരാധകനാണ്. അപ്പോൾ ഏതായാലും നമുക്കിനി പുറത്തേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് ഇത്രയൊക്കെ ഇഷ്ടിക ഫാക്ടറിയിൽ ഇപ്പോൾ ഇഷ്ടിക ഉണ്ടാക്കുന്നതും അത് എന്തൊരു പേരുണ്ട് കേട്ടോ. ഞാൻ പറ്റുകയാണെങ്കിൽ അത് ഇതിൽ ഉൾപ്പെടുത്താം. ഞാൻ നോക്കിയിട്ട് അനുസരിച്ച് നോക്കട്ടെ എന്താണ് പറ്റുന്നത്. പിന്നെ ഇവിടെ ലോഡ് കേട്ടോ, ഇവിടുന്ന് ലോഡ് പോകുന്നുണ്ട്. അതിൽ ലോറി അവിടെ ആൾട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതായത് ചെറിയൊരു വീഡിയോക്കുള്ള പവർ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ മണ്ണ് കൂട്ടിയിട്ട് കാണും. കാരണം ഇവർക്ക് ഏത് സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്ന വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെച്ചതാട്ടോ. ഇത് ഇവിടുന്ന് ലോഡ് കയറ്റി പോകുന്നതാട്ടോ, കത്തിച്ച് കണ്ടതാ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഗ്യാപ്പ് ഇടുന്നത് മെയിനായിട്ട് അതിനാണ്. ആ ഗ്യാപ്പ് ഇട്ടിട്ട് പുക ഇടുമ്പോൾ ആ ഗ്യാപ്പ് കൂടെ പുക പൊന്തും. പിന്നെ ഈ ചെറിയ ചെറിയ ഗ്യാപ്പാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പുക പൊന്തിയിട്ട് കറക്റ്റ് സെറ്റാവും. ചൂടിന് MM-B കറക്റ്റ് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ഇതിങ്ങനെ ചൂടായിട്ട്, അതായത് എത്ര ദിവസമാണ് 2 ആഴ്ചയൊക്കെ തോന്നുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ മെയിനായിട്ട് കർണാടക വരുമ്പോൾ കന്നഡ വശമില്ലെങ്കിൽ കുടുങ്ങും എന്നുള്ളത് മനസ്സിലായി. അപ്പം നമ്മൾ ഇവിടുന്ന് പഠിച്ചുട്ടോ. ഇനി ഹിന്ദി പഠിച്ച പോലെ തന്നെ കണ്ണനും പഠിക്കണ്ടേ, നോക്കാം നമുക്ക്. പിന്നെ ഇതിപ്പോൾ എന്താ ഐഡിയ ആണ് പറഞ്ഞാൽ അത് പുകടാൻ വേണ്ടി കണ്ട് നമ്മൾ ഉമിയെ കൊടുന്ന് വെച്ചോന്നുണ്ട് അല്ലേ? ശരിയാ. കണ്ണുകൾ ഇത് വെച്ചിട്ടാണ് അവർ ഇത് കത്തിച്ചുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉമി ഇത് കത്തിച്ചിട്ട് നല്ല പുക ഇങ്ങനെ കിട്ടും. ആ പുകക്കാണ് ഇവിടെ ഇതൊക്കെ ലെവലാക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റി. നമ്മൾ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. നമ്മൾ പല സ്ഥലത്ത് പോയിട്ടും ഇതിന് സംഭവം. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റി, നമ്മൾ വീഡിയോ എടുത്തു. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഇതാ കണ്ടത്. അതിന് ചാരിക്കാനോട് ചെറിയൊരു ചായപ്പൊടി ഉണ്ട്, നമ്മൾ സ്വച്ഛ ചായപ്പൊടിയിൽ പോയി കിട്ടും. ഇവിടെയൊക്കെ ഉള്ള ചെറിയ കടകളാണ്, പക്ഷേ രാത്രി ഒന്നും ഇവിടെ കടകളുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു റോഡിന് രാത്രി സമയത്ത് സഞ്ചരിക്കാൻ ഭയങ്കര ഡേഞ്ചറാണ് അത്ര. അതിപ്പോൾ ഇന്നലെ കാക്കൂറ്റും പറഞ്ഞതാണ്. കാരണം രാത്രി 12 മണി വരെ ഈ പമ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. 12 മണിക്ക് ശേഷം ഈ ഒരു റോഡിലൂടെ പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ ഈ കള്ളന്മാരുടെ ശല്യം കൂടുതലായിട്ടുള്ള ഏരിയ അത്ര. ഈ ഒരു ഹുസൂർന്ന് അങ്ങോട്ട് എന്തൊരു സ്ഥലം പറഞ്ഞു. അങ്ങനെ ഈ റോഡ് നമ്മുടെ നാട്ടിലുള്ള റിട്ടേൺ റോഡാണ്. നമുക്ക് ലോഡിഞ്ഞ് കമ്പനിക്ക് അവിടെ ലെവലാക്കിയിട്ട് വേണം നമുക്ക് കമ്പനിക്ക് വേണമെങ്കിൽ. നമ്മളിപ്പോൾ അവിടെ തന്നെ കേട്ടോ, നമ്മൾ അസീബ് കുബിലൊക്കെ വണ്ടിയിലാണ്. അസീബ് വണ്ടിയിൽ
ഞാനും കാക്കും സച്ചും ഞങ്ങളിങ്ങനെ ഇതൊക്കെ കണ്ട് വീഡിയോ എടുക്കാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇതിലേറെ നല്ല നല്ല കിടിലം വീഡിയോസ് അടിച്ചു പൊട്ടിക്കുക അല്ലേ. ഇതിലേറെ നല്ല നല്ല കിടിലം വീഡിയോസ് ഇനി വരാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ എന്തെല്ലാം കിട്ടും അതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞ മാതിരി എല്ലാം നമ്മൾ എടുക്കും, എന്നിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസായി കാണാം. അതുവരേക്കും ബൈ ബൈ ബൈ.